കാരണം ഒരു വാപ്പയല്ലേ തന്റെ പൊന്നുമോള് മാറിടത്തിലൂടെ പാലിന് പകരം രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ട് പിഞ്ചുമക്കള് കടന്ന് വിശന്ന് കടന്ന് കരഞ്ഞ് തളർന്നു കിടക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. പ്രവാചകന് വീടിനകത്ത് നിന്നിറങ്ങുകയാ. അള്ളാന്റെ റസൂല് വീടിനകത്ത് നിന്നിറങ്ങുകയാ. എന്നിട്ട് മരുഭൂമിയിലൂടെ തലകുനിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എത്രയോ ദൂരം ഇങ്ങനെ നടന്നു, എത്രയോ ദൂരം ഇങ്ങനെ നടന്നു. നടന്ന് അവസാനം അല്ലാഹുവിന്റെ റസൂൽ ഒരു അറാബിയുടെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരു അറാബിയായ മനുഷ്യന്റെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. അറാബിക്കറിയില്ല ഈ വരുന്നത് അള്ളാന്റെ റസൂലാണെന്ന്. അറാബിക്കറിയില്ല. അള്ളാന്റെ റസൂൽ അറാബിയോട് ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ? അറാബി പറയുകയാ, ഈ കാണുന്ന ഈന്തപ്പന തോട്ടമുണ്ടല്ലോ, വെള്ളം കോരിയിട്ട് നനച്ചാൽ ഒരു തൊട്ടി വെള്ളത്തിന് പകരം ഞാൻ 3 കാരക്ക കൂലി തരാ. അള്ളാന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി തൊട്ടിയം കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാന്റെ റസൂല് വെള്ളം കോരുകയാ. അള്ളാന്റെ പ്രവാചകന് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വെള്ളം കോരുകയാണ്. അവിടുന്ന് വെള്ളം കോരുകയാണ്. ഒരു തൊട്ടി വെള്ളം കോരി മരങ്ങളെ നനച്ചു. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി. പടച്ചവരെ, 4ാമത് വെള്ളം കോരാ തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റില് വീണുപോയി. കയറടിഞ്ഞിട്ട് തൊട്ടി കിണറ്റില് വീണുപോയി. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. അറാബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അറാബി അള്ളാന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തെ കടിച്ചു. അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്തിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയൊന്ന് തരുവോ? 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. അറാബി അത്ഭുതത്തോടെ നോക്കുകയാണ്. അള്ളാന്റെ റസൂലൊന്നും ദേഷ്യപ്പെട്ടത് പോലുമില്ല. അള്ളാന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. റസൂലുള്ളാന്റെ മുഖം ഇങ്ങനെ ചുമന്നു തുടത്ത് കിടക്കുകയാണ്. അറാബി 9 കാരക്കയെടുത്ത് അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ തന്നെ തല്ലിയ തന്റെ യജമാനന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ റസൂല് ചിരിക്കുകയാണ്. 9 കാരക്ക തയ്യന്റെ കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഓടുകയാ. മരുഭൂമിയിലൂടെ ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തളർന്നു കിടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂല് കാരക്ക പൊളിച്ചിട്ട് മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവേ, ഭക്ഷണം കിട്ടിയ ആർത്തിയോടെ 2 മക്കളിങ്ങനെ വലിച്ചു വാരി തിന്നുകയാ. അല്ലാഹുവേ, ബിരിയാണിയല്ല തിന്നുന്നത്, വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. റസൂലുള്ള കൊണ്ടുകൊടുത്ത കാരക്ക ഇങ്ങനെ 2 മക്കള് തിന്നുകയാ. അവസാനം തന്റെ കയ്യിൽ കുറച്ച് കാരക്ക ബാക്കി വന്നു. തന്റെ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി അടുത്തേക്ക് വിളിക്കുന്ന, മോളെ ഫാത്തിമ. അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളുടെ കയ്യിലേക്ക് ബാക്കി വന്ന കാരക്ക എടുത്ത് വെച്ചു കൊടുക്കുമ്പോ റസൂലുള്ള മുഖം ഇങ്ങനെ താഴ്ത്തി പിടിക്കുകയാ. ഫാത്തിമയ്ക്ക് സംശയം തോന്നി. ഉപ്പാന്റെ മുഖം ഇങ്ങനെ ഉയർത്തുമ്പോ അടികൊണ്ട പാടിങ്ങനെ റസൂലുള്ളയുടെ മുഖത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് അറാബി തല്ലിയതിന്റെ അടയാളം കാണുകയാ. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, വാപ്പാ, ആരാണ് എന്റെ ഉപ്പനെ തല്ലിയത്? എന്റെ ഉപ്പയാരാണ് തല്ലിയത്? റസൂലുള്ള തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ കയ്യിൽ നിന്ന് തൊട്ടി അറിയാതെ കിണറ്റിൽ വീണപ്പോ എന്റെ യജമാനൻ തല്ലിയതാ ഫാത്തിമ.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പട്ടിണി എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? എത്ര ശുക്ർ ചെയ്താലാ മതി വരിക? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം വൽജൂ, വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് തന്നെ ഖബറടപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സ്വന്തം മക്കളുടെ മയ്യത്ത് നമ്മളെ കൊണ്ട് തന്നെ അല്ലാഹു ഖബറടപ്പിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാ. അല്ലാഹുവേ, നമുക്കൊക്കെ ഒരെണ്ണം പോയാ പറ്റുമോ? നമ്മുടെ മക്ക് മരിക്കണ്ട ഒരു രോഗം വന്നാ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 7 മക്കളുടെ മയ്യത്തല്ലേ ഖബറടക്കിയത്. എന്റെ പ്രിയമുള്ളവരെ, ബദർ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. 313 സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്തു ജയിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ സന്തോഷത്തോടെ പ്രവാചകൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞ് ജയിച്ചിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്തേ ആയിഷ കരയുന്നത്? എന്തേ ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, റുഖിയ മോളുടെ മയ്യത്ത് ഖബറടക്കാ കൊണ്ടുപോയി നബിയേ, ജന്നത്തിൽ ബഖീയിലേക്ക് പോകു നബിയേ. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ജയിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടെ കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്നത് തന്റെ പൊന്നുമോള് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ മരിച്ചിട്ട് മയ്യത്ത് ഖബറടക്കാ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ജന്നത്തിൽ ബഖീയിലേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹ് ഓടി ചെല്ലുമ്പോ സഹാബത്ത് മുഴുവനും ഖബറിനകത്തേക്ക് മണ്ണ് വാരിയിടുകയാ. സഹാബത്ത് മുഴുവനും ഖബറിനകത്തേക്ക് മണ്ണ് വാരിയിടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ സഹാബത്ത് മുഴുവനും മാറി നിന്നു. ഉസ്മാൻ തങ്ങളെ ചോദിക്കുന്നു, നബിയേ, മോളെ കാണണോ നബിയേ, മോളെ കാണണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് 3 പിടി മണ്ണ് വാരിയിട്ട് തന്റെ പൊന്നുമോളുടെ നെഞ്ചത്തേക്ക് വാരിയിടുകയാ. തന്റെ പൊന്നുമോളെ ഒന്ന് കാണാ പോലും കഴിയുന്നില്ലല്ലോ. 7 മക്കളുടെ മയ്യത്ത് ഖബറടക്കിയ വാപ്പയാട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മുടെ മക്കളെങ്ങാനും മരണപ്പെട്ടു പോയാ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, ഞാനൊരു മയ്യത്ത് കണ്ട ചെറുപ്പക്കാരാ, ഞാനൊരു വാപ്പയെയും ഉമ്മയെയും കണ്ട പൊന്നുമോനെ, ഞാൻ പഠിച്ച കടുവാ പള്ളിയുടെ ചാരത്ത് എനിക്കറിയുന്ന ഷാജഹാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദുണ്ട്. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ മൂത്തമകൻ മൂവാറ്റുപുഴയില് ബദരിയ എന്ന് പറയുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ഞായറാഴ്ച വൈകിട്ട് പഠിച്ചവരെ തന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവസാനം വീടിന്റെ ചാരത്തുള്ള ഒരു പുഴയിലേക്ക് കുളിക്കാനിറങ്ങിയതാ. അല്ലാഹുവേ, ഇർഷാദ് എന്ന് പറയുന്ന 18 വയസ്സുള്ള പൊന്നുമോര് അല്ലാഹുവേ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച മഗ്രിബിന്റെ സമയമായപ്പോ കടുവാ പള്ളിക്കകത്ത് എന്ത് തിരക്കായിരുന്നെന്നറിയോ? ഇർഷാദ് എന്ന് പറയുന്ന പൊന്നുമകന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കടുവാ പള്ളിക്കകത്ത് വെച്ചപ്പോ ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ഹാഫിളീങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം ആ പൊന്നുമോന്റെ മയ്യത്തെടുത്ത് വെച്ചിട്ട് മയ്യത്ത് നമസ്കാരത്തിന് കയറി നിന്നിട്ട് അവന്റെ പ്രിയപ്പെട്ട വാപ്പ ഒരു പ്രസംഗം നടത്തി. സ്വന്തം മകന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ, ഈമാനുള്ളവർക്കല്ലാതെ പറയാൻ കഴിയില്ല. തന്റെ പൊന്നുമോന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ആ പ്രിയ
പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു 18 കൊല്ലം അല്ലാഹു എനിക്കൊരു ഭാഗ്യം തന്നു, എനിക്കും എന്റെ ഭാര്യയ്ക്കും അല്ലാഹു 18 കൊല്ലം ഒരു ഭാഗ്യം തന്നു. ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു എനിക്ക് ആയുസ് തന്നു. എന്റെ പൊന്നുമോന് 2 ഷഹീദിന്റെ കൂലിയാണല്ലോ, എന്റെ പൊന്നുമോന് 2 ഷഹീദിന്റെ കൂലിയാണല്ലോ. ഒന്നാമത്തെ ഭാഗ്യമെന്ത്? ഇൽമു പഠിക്കാൻ പോയ വഴിയിലാ എന്റെ പൊന്നുമോന് മരിച്ചു പോയത്. ഇൽമു പഠിക്കാൻ പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവന് ഷഹീദാകാ ഭാഗ്യം കൊടുത്തല്ലോ. രണ്ടാമത്തെ ഭാഗ്യമെന്ത്? എന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചു പോയത്. എന്റെ പൊന്നുമോന് വെള്ളത്തിൽ മുങ്ങിയാണല്ലോ മരിച്ചു പോയത്. വെള്ളത്തിൽ മുങ്ങി മരിച്ച അത് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പ തന്റെ പൊന്നുമോന്റെ മയ്യത്ത് വെച്ചിട്ട് പ്രസംഗിക്കുകയാ. ആ പൊന്നുമോന്റെ ഉമ്മ അവനെ യാത്രയാക്കിയത് എങ്ങനെയെന്നറിയുവോ? ആ പ്രിയപ്പെട്ട പൊന്നുമോന് 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മ എങ്ങനെയാ യാത്രയാക്കിയതെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഉമ്മയെന്ന് പറഞ്ഞാൽ എങ്ങനെയാകണം മോളെ? ഉമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്ന ഉമ്മയാണ്. അല്ലാഹുവേ പടച്ചവരെ, ഞായറാഴ്ച വൈകിട്ട് തന്റെ പൊന്നുമോ മരിച്ചു. അല്ലാഹുവേ, ഉമ്മ രാവിലെ എഴുന്നേൽക്കുകയാ. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പെങ്ങളാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ആ ഉമ്മ നിയ്യത്ത് ചെയ്യുന്നു, അല്ലാ എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയാണല്ലോ നോമ്പ് പിടിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നോമ്പ് എന്റെ മോന് വേണ്ടിയാകട്ടെ. മരിച്ചു കിടക്കുന്ന തന്റെ പൊന്നുമോന് വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് സുന്നത്ത് നോമ്പ് പിടിക്കുകയാ. അല്ലാഹുവേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ തന്റെ പൊന്നുമോന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ പടച്ചവരെ, സ്വന്തം മകന് വേണ്ടി പിടിച്ച നോമ്പുമ്മ മുറിക്കുകയാ. സ്വന്തം മകനെ കബറിലേക്ക് വിടുമ്പോ നോമ്പ് പിടിച്ചിട്ട് യാത്രയാക്കിയ പ്രിയപ്പെട്ട ഉമ്മ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, താങ്ങാ കഴിയുമോ? അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നൗഷാദ് ബാക്കവി ഉസ്താദ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ടല്ലോ. അല്ലാഹുവേ പടച്ചവരെ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവസാനം തന്റെ പൊന്നുമോന്റെ മയ്യത്ത് കുളിപ്പിച്ചു. അവിടെ ഞാനുണ്ടായിരുന്നു. പടച്ചവരെ, മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോ തന്റെ പൊന്നുമോനെ ഒന്ന് കാണാ പ്രിയപ്പെട്ട ഉമ്മാനെ കൊണ്ടുവന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് ഉസ്താദ് പറയുന്നു, മോനെ കാക്ക സ്വർഗത്തിലേക്ക് പോകുകയാണ്, മോനെ കാക്ക സ്വർഗത്തിൽ